In this video, we are going to discuss about time rate system and piece rate system in detail. Last video എന്താണ് time rate system, എന്താണ് piece rate system എന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ഇവിടെ ടൈം റേറ്റിലാണെങ്കിലും പീസ് റേറ്റിലാണെങ്കിലും കൺവീനിയൻസിന് വേണ്ടി പല മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ ഓരോ മെത്തേഡ്സും നമുക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. So first of all, different methods of time rate system. Time rate system എന്ന് പറഞ്ഞാൽ എന്താ, വേജസ് ടൈമിൻ്റെ ബേസിസിലാണ് പേ ചെയ്യുന്നതെങ്കിൽ, അതായത് ഇൻ ടൈം റേറ്റ് സിസ്റ്റം വേജസ് ആർ പെയ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് ടൈം സ്പെൻഡ് ഓൺ എ ജോബ്. എത്ര സമയം സ്പെൻഡ് ചെയ്ത് അതിൻ്റെ ബേസിസിലാണ് വേജസ് കൊടുക്കുന്നതെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുന്നത്, ടൈം റേറ്റ് സിസ്റ്റം. അപ്പോൾ ടൈം റേറ്റ് സിസ്റ്റത്തിൻ്റെ ബേസ് എന്ന് പറയുന്നത് ടൈമാണ്. അപ്പോൾ അതിൻ്റെ പല ക്ലാസിഫിക്കേഷനാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പല രീതിയിൽ ടൈം റേറ്റ് സിസ്റ്റത്തിൽ പല രീതിയിൽ നമുക്ക് വേജിനെ കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. അതാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് വൺ ഇസ് ടൈം റേറ്റ് അറ്റ് ഓർഡിനറി ലെവൽ. അത് നമ്മൾ മുമ്പേ ഡിസ്കസ് ചെയ്ത സെയിം പ്രൊസീജിയർ തന്നെ അവിടെയാണ്. അതായത് ഇപ്പോൾ ഒരാൾ ഇത്ര മണിക്കൂർ വർക്ക് ചെയ്താൽ ഒരു അവറിന് ഇത്ര രൂപ വെച്ച്, അല്ലെങ്കിൽ ഒരു ദിവസം ഇത്ര രൂപ വെച്ച്, അതിനെയാണ് ടൈം റേറ്റ് അറ്റ് ഓർഡിനറി ലെവൽ എന്ന് പറയുന്നത്. സോ അണ്ടർ ദിസ് മെത്തേഡ് വേജസ് ആർ കാൽക്കുലേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് ടൈം സ്പെൻഡ്. ദ ടൈം മേ ബി എൻ അവർ, ഡേ, വീക്ക്, മന്ത്. അതുപോലെയാണ് ടൈം റേറ്റ് സിസ്റ്റം. അവിടെ വേജ് കാൽക്കുലേഷൻ്റെ ഫോർമുല എന്ന് പറയുന്നത് ടൈം ഇൻറ്റു റേറ്റ്. ടൈം എന്ന് പറയുന്നത് അവേഴ്സ് ആണെങ്കിൽ നമ്പർ ഓഫ് അവേഴ്സ് ഇൻറ്റു റേറ്റ് പെർ അവർ. ഡേ ആണെന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് ഡേയ്സ് ഇൻറ്റു റേറ്റ് പെർ ഡേ. വീക്ക് ആണെന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് വീക്സ് ഇൻറ്റു റേറ്റ് പെർ വീക്ക്. അപ്പോൾ ആ രീതിയിൽ, അതായത് നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തൊരു ബേസിക് മെത്തേഡ് ഉണ്ടല്ലോ ടൈം റേറ്റ് സിസ്റ്റം, അത് തന്നെയാണ് ടൈം റേറ്റ് അറ്റ് ഓർഡിനറി ലെവൽ. സാധാരണ, അതായത് അവിടെ വർക്കേഴ്സിൻ്റെ പ്രൊഡക്ടിവിറ്റി ഒന്നും നോക്കില്ല. രാവിലെ 9 മണിക്ക് അവർ അറൈവ് ചെയ്ത് വൈകിട്ട് 5 മണിക്ക് ലീവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എത്ര മണിക്കൂർ അവിടെ ഉണ്ട് അതിൻ്റെ ബേസിസിൽ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നോ ഇല്ലയോ എന്നൊന്നും നോക്കില്ല. ദേ വിൽ ബി പെയ്ഡ് ഓർ ദേ വിൽ ബി റെമ്യൂണറേറ്റഡ് ഓൺ ദി ബേസിസ് ഓഫ് ടൈം. അപ്പം അതിനെയാണ് ടൈം റേറ്റ് അറ്റ് ഓർഡിനറി ലെവൽ എന്ന് പറയുന്നത്. പിന്നീട് അടുത്തൊരു മെത്തേഡാണ് ഹയർ ടൈം റേറ്റ് അറ്റ് ഹയർ ലെവൽ എഫിഷ്യൻസി. അതായത് ഇപ്പം രാവിലെ തൊട്ട് വൈകിട്ട് വരെ 8 മണിക്കൂറാണ്. 8 മണിക്കൂർ അവർ ആ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഇൻവോൾവ് ചെയ്തിരുന്നാൽ എല്ലാവർക്കും ഒരുപോലെയാണ് വേജ് കിട്ടുന്നത്. ഏത് മെത്തേഡിലാണ്? ടൈം റേറ്റ് അറ്റ് ഓർഡിനറി ലെവൽ. ഒരാൾ കൂടുതൽ വർക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ അയാൾക്ക് കൂടുതൽ സാലറിയോ അല്ലെങ്കിൽ വേജസ് ഒന്നും കൊടുക്കാറില്ല. ടൈം റേറ്റ് അറ്റ് ഓർഡിനറി ലെവൽ അവിടെ ഒരു ചെറിയ എന്താണ്ട് ഡിസ്ക്രിമിനേഷൻ വരുന്നില്ല. അതായത് ഒരു ജോലിയും ചെയ്യാതെ ഉഴപ്പിയിരിക്കുന്നവർക്കും സെയിം വേജാണ്. നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്ത് പ്രൊഡക്ടിവിറ്റി കൂട്ടുന്ന ലേബറേഴ്സിനും സെയിം വേജ് എന്ന് പറഞ്ഞാൽ അത് യഥാർത്ഥത്തിലൊരു ഡീമോട്ടിവേഷനാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി കൊണ്ടുവന്നൊരു മെത്തേഡാണ്, കുറച്ചും കൂടി ഇംപ്രൂവൈസ്ഡ് മെത്തേഡാണ് ഹയർ ടൈം റേറ്റ് അറ്റ് ഹൈ എഫിഷ്യൻസി ലെവൽ. അതായത് ടൈം റേറ്റ് തന്നെ, പക്ഷേ എഫിഷ്യൻസി കൂടുതലുള്ളവർക്ക് ഒരു ഹയർ റേറ്റ് കൊടുക്കും, എഫിഷ്യൻസി കുറഞ്ഞവർക്ക് ഒരു ലോവർ റേറ്റ് കൊടുക്കും. പക്ഷേ ദേ വിൽ ബി പെയ്ഡ് ഓൺ ദി ബേസിസ് ഓഫ് ടൈം. അതാണ്, 2 റേറ്റ് ഫിക്സ് ചെയ്യും. എഫിഷ്യൻസി കൂടുതലുള്ളവർക്ക് റേറ്റ് പെർ അവർ കൂടുതലായിരിക്കും, എഫിഷ്യൻസി കുറഞ്ഞവർക്ക് വേറെ ഒരു റേറ്റ് ഫിക്സ് ചെയ്ത് കൊടുക്കും. അതിനെയാണ് ഹയർ ടൈം റേറ്റ് അറ്റ് ഹയർ ലെവൽ എഫിഷ്യൻസി എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് എ സിസ്റ്റം ഓഫ് പേയ്മെൻറ്റ് വെയർ മോർ എഫിഷ്യൻറ്റ് വർക്കേഴ്സ് ആർ പെയ്ഡ് അറ്റ് എ ഹയർ റേറ്റ്, അറ്റ് എ റേറ്റ് ഹയർ ദാൻ ദാറ്റ് ഓഫ് ദി ഓർഡിനറി വർക്കേഴ്സ്. അതായത് നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള വർക്കേഴ്സിന്, അതായത് പ്രൊഡക്ടിവിറ്റി കൂടുതലുള്ള വർക്കേഴ്സിന് ഒരു ഹയർ റേറ്റും പ്രൊഡക്ടിവിറ്റി കുറഞ്ഞവർക്ക് ഒരു ലോവർ റേറ്റും. അതായത് 2 റേറ്റ് ഉണ്ടാവും. അപ്പം ഏതൊക്കെയാണ്? 1 for lower level efficiency and another rate for higher level efficiency. അതാണ് higher time rate at higher efficiency level. അപ്പോൾ ഈ കേസിൽ എങ്ങനെയാണ്? 2 റേറ്റ് ഫിക്സ് ചെയ്യും. ഒരു ഹയർ എഫിഷ്യൻസി ലെവൽ ഉള്ളവർക്കുള്ള ഒരു റേറ്റും ലോവർ എഫിഷ്യൻസി ഉള്ളവർക്ക് മറ്റൊരു റേറ്റും. അതായത് കുറച്ചുകൂടെ കുറഞ്ഞ റേറ്റ് ആയിരിക്കും അവർക്ക് ഫിക്സ് ചെയ്യുന്നത് ഈ മെത്തേഡ് അനുസരിച്ച്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. അതിന് മുന്നേ എങ്ങനെയാണ് എഫിഷ്യൻസി, ഇന്ന വർക്കർ എഫിഷ്യൻ്റ് ആണോ അല്ലയോ എന്ന് എങ്ങനെയാണ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നതെന്ന്. അപ്പോൾ അതായത് ഒരു സ്റ്റാൻഡേർഡ് എഫിഷ്യൻസി കമ്പനി ഫിക്സ് ചെയ്യണം എപ്പോഴും. അതായത് ഒരു ദിവസം അല്ലെങ്കിൽ ഒരു മണിക്കൂർ ഒരു വർക്കറിന് മിനിമം ഇത്ര യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാം എന്നൊരു സ്റ്റാൻഡേർഡ് ആരാദ്യം സെറ്റ് ചെയ്യണം? കമ്പനി ആദ്യം സെറ്റ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, ഒരു ദിവസം ഒരു വർക്കറിന് കുറഞ്ഞത് 500 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാം. അതാണ് കമ്പനി അതായത് പാസ്റ്റ് സ്റ്റഡീസിൽ നിന്നൊക്കെ അവർ മനസ്സിലാക്കിയെടുത്തതാണ്. ഒരു വർക്കറിന് ഓൺ ആൻ ആവറേജ് ഹി ക്യാൻ പ്രൊഡ്യൂസ് 500 യൂണിറ്റ്സ് പെർ ഡേ എന്ന് അവർ കണ്ടെത്തി വെച്ചിട്ടുണ്ട്. അതാണ് സ്റ്റാൻഡേർഡ് പ്രൊഡക്ഷൻ. ഇതിൽ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നവരെ നമുക്ക് എന്തെന്ന് പറയാം? ഹയർ
എഫിഷ്യൻസി ഉള്ളവരാണെന്ന് പറയാം. കാരണം അവർ അത്രയേറെ ഹാർഡ് വർക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ അത്രയേറെ ഡെഡിക്കേറ്റഡ് ആയതുകൊണ്ടാണ് അവർക്ക് കമ്പനി ഫിക്സ് ചെയ്യുന്ന സ്റ്റാൻഡേർഡിനെ കാട്ടി ഔട്ട്പുട്ട് അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നത്. അങ്ങനെയുള്ളവരെ ഹയർ എഫിഷ്യൻസി ലെവൽ കാറ്റഗറിയിൽ പെടുത്തും. നേരെ മറിച്ച് 500 യൂണിറ്റ്സ് ആണ് മിനിമം ഒരാൾ പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് കമ്പനി കണ്ടെത്തി വെച്ചിട്ടുണ്ട്. അതിലും താഴെയാണ് ഇവരുടെ പ്രൊഡക്ടിവിറ്റി എങ്കിൽ അവരെ ലോവർ എഫിഷ്യൻസി ലെവലിൽ കൊണ്ടുവരും. അതായത് അവർ ലോവർ എഫിഷ്യൻസി കാണിക്കുന്നവരാണ്. കാരണം കമ്പനി പറഞ്ഞിരിക്കുന്ന സ്റ്റാൻഡേർഡ് പോലും പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയാത്ത വർക്കേഴ്സിന് അവർക്ക് കുറഞ്ഞ റേറ്റ് കൊടുത്താൽ മതി. അതാണ് എഫിഷ്യൻസി കണ്ടുപിടിക്കണം. ആദ്യം നമ്മൾ ഈ മെത്തേഡ് അനുസരിച്ച് എന്ത് മനസ്സിലാക്കണം? ഓരോ വർക്കറിൻ്റെയും എഫിഷ്യൻസി മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ലേബർ കോസ്റ്റ് അല്ലെങ്കിൽ വേജസ് കാൽക്കുലേറ്റ് ചെയ്യാൻ. എഫിഷ്യൻസി കണ്ടെത്തുന്നത് എങ്ങനെയാണ്? അവരെത്ര യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്ത്, അതായത് നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് യൂണിറ്റ്സ് ഫിക്സ്ഡ് ഇൻറ്റു 100. അതായത് ഒരാൾ കമ്പനി ഒരു സ്റ്റാൻഡേർഡ്, ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, സ്റ്റാൻഡേർഡ് പറഞ്ഞിട്ടുണ്ടാവാം. ഫോർ എക്സാമ്പിൾ ദ സ്റ്റാൻഡേർഡ്, അതായത് ഡിനോമിനേറ്ററിൽ വരുന്ന സ്റ്റാൻഡേർഡ് യൂണിറ്റ്സ് ഫിക്സ്ഡ് ബൈ ദ കമ്പനി, സപ്പോസ് ഇറ്റ് ഇസ് 500. അപ്പം സ്റ്റാൻഡേർഡ് യൂണിറ്റ്സ് 500 ആണ്. ഇയാൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതായത് നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് ബൈ ഹിം ഇസ് ഓൾസോ 500 എന്ന് വെച്ചാൽ എന്താ, 100% എഫിഷ്യൻ്റ് ആണ് അല്ലേ? അതായത് കമ്പനി പറയുന്നത് സ്റ്റാൻഡേർഡ് 500, ഈ പെർട്ടിക്കുലർ വർക്കർ പ്രൊഡ്യൂസ് ചെയ്തും 500 ആണ്. ദാറ്റ് മീൻസ് ഇൻറ്റു 100 മീൻസ് 100%. ഹീ ഈസ് 100% എഫിഷ്യൻറ്റ്. നേരെ മറിച്ച് 500 യൂണിറ്റ്സ് ആണ് കമ്പനി പറയുന്നത്, ഇയാൾ 400 യൂണിറ്റ്സേ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളെങ്കിൽ അയാളുടെ എഫിഷ്യൻസി 100%ലും താഴെ നിൽക്കും. അതായത് ലോവർ എഫിഷ്യൻസിയാണ്. പിന്നീട് സ്റ്റാൻഡേർഡ് യൂണിറ്റ്സ് 500, ഈ വർക്കർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് 600 യൂണിറ്റ്സ് ആണെന്നുണ്ടെങ്കിലോ അയാൾ എഫിഷ്യൻസി, അതായത് 100% മേലയിലായിരിക്കും അയാളുടെ എഫിഷ്യൻസി. എഫിഷ്യൻസി ലെവൽ കൂടുന്നതും കുറയുന്നതും അനുസരിച്ച് രണ്ട് റേറ്റ് കാണും. ഹയർ എഫിഷ്യൻസി ഉള്ളവർക്ക് ഒരു ഹയർ റേറ്റ് വെച്ചായിരിക്കും വേജസ് കൊടുക്കുന്നത്. ലോവർ എഫിഷ്യൻസി കാണിക്കുന്നവർക്ക് ലോവർ റേറ്റ് ആയിരിക്കും കൊടുക്കുക. അപ്പം നമുക്ക് ഈ മെത്തേഡ് ഫോളോ ചെയ്യണമെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യം, നിങ്ങൾ എന്ത് മനസ്സിലാക്കണം? റേറ്റ് ഓഫ് എഫിഷ്യൻസി മനസ്സിലാക്കണം. ഓരോ വർക്കറിൻ്റെയും എഫിഷ്യൻസി എത്രയാണെന്ന് മനസ്സിലാക്കിയിട്ടേ നമുക്ക് ഏത് മെത്തേഡ് അപ്ലൈ ചെയ്യാൻ പറ്റൂ. എഫിഷ്യൻസി മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഏത് റേറ്റ് വേണമെന്ന് അറിയാൻ പറ്റൂ. ലോവർ റേറ്റ് കൊടുക്കണോ അതോ ഇയാൾക്ക് ഹയർ റേറ്റ് ആണോ കൊടുക്കേണ്ടതെന്ന് മനസ്സിലാക്കാൻ പറ്റൂ. ഓക്കെ, ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. ഓക്കെ, എക്സാമ്പിളിൽ കുറച്ച് ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. അതായത് ഹയർ റേറ്റ് അറ്റ് ഹയർ എഫിഷ്യൻസി ലെവൽ, ആ മെത്തേഡ് അനുസരിച്ച് ടൈം റേറ്റിൽ വരുന്നതാണ്. ടൈം റേറ്റ് എന്ന് പറയുന്നത് 100 rupees per hour. കമ്പനി ഫിക്സ് ചെയ്തിരിക്കുന്ന ടൈം റേറ്റാണ് 100 rupees per hour. പിന്നീട് ടൈം റേറ്റ് അറ്റ് ഹയർ വേജ് ലെവൽ, അതായത് എഫിഷ്യൻസി കൂടുതലുള്ളവർക്ക് കൊടുക്കുന്നത് 100 രൂപയല്ല, നേരെ മറിച്ച് എത്ര രൂപയാണ് അവർക്ക് കൊടുക്കുന്നത്? 120 rupees per hour. അതായത് ഹയർ എഫിഷ്യൻസി പ്രകടിപ്പിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഹയർ എഫിഷ്യൻസി കാഴ്ചവെക്കുന്നവർക്ക് 120 rupees കൊടുക്കും. എങ്കിൽ ലോവർ എഫിഷ്യൻസി ഉള്ളവർക്ക് എത്രയേ കൊടുക്കത്തുള്ളൂ? 100. അതാണ് രണ്ട് റേറ്റ് ഉണ്ട്. ഒരു ലോവർ എഫിഷ്യൻസി റേറ്റും ഉണ്ട്, ഒരു ഹയർ എഫിഷ്യൻസി റേറ്റും ഉണ്ടാവും. പിന്നീട് സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഈക്വൽസ് 1000 units per week ഓഫ് 48 hours 100% എഫിഷ്യൻസി. അതായത് കമ്പനി ഒരു സ്റ്റാൻഡേർഡ് എഫിഷ്യൻസി കണ്ടെത്തി വെച്ചിട്ടുണ്ട്. അതായത് ആഴ്ചയിൽ, ഒരാഴ്ചത്തെ കാര്യമാണ് പറയുന്നത് ഇവിടെ, ഒരാഴ്ചയിൽ ടോട്ടൽ 48 മണിക്കൂർ ഇവിടെ വർക്കിംഗ് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ 48 മണിക്കൂറിൽ ഒരാഴ്ചയിൽ ഒരു വർക്കർ എത്ര യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യണം? 1000 units. 1000 units പ്രൊഡ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ വർക്കർ 100% എഫിഷ്യൻ്റ് ആണ്. നേരെ മറിച്ച് ഇയാൾ 900 units പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളെങ്കിലോ അയാൾ 90% എഫിഷ്യൻ്റ് ആയിരിക്കും. അത് റേറ്റ് ഓഫ് എഫിഷ്യൻസിയുടെ ഒരു ഫോർമുല പറഞ്ഞു തന്നില്ലേ, അത് വെച്ച് നോക്കുക. പിന്നീട് അയാൾ 1100 units പ്രൊഡ്യൂസ് ചെയ്യുന്നെങ്കിലോ 1000 പറഞ്ഞിട്ടുള്ളൂ, പക്ഷേ അതിൽ കൂടുതൽ. അപ്പോൾ അയാൾ ഹൈലി എഫിഷ്യൻ്റ് ആണ്, ഹയർ എഫിഷ്യൻസി റേറ്റ് കിട്ടേണ്ട ആളാണ്. ഓക്കെ, പിന്നീട് പറയുന്നത് രണ്ട് വർക്കേഴ്സിന് ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. ആക്ച്വൽ ഔട്ട്പുട്ട് ഓഫ് എ എന്ന് പറയുന്ന വർക്കർ ഒരാഴ്ചയിൽ, ഈ പറഞ്ഞിരിക്കുന്ന ഒരാഴ്ചത്തെ കാര്യമല്ലേ, ആ ഒരാഴ്ചയിൽ 850 units ആണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. 850 units per week. ബി ആണെന്നുണ്ടെങ്കിലോ, ബി എന്ന് പറയുന്ന വർക്കർ 1100 units per week. കമ്പനിയുടെ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ ഓർത്തിരിക്കണം, 1000 ആണ്, 1000 units per week. 1000 പ്രൊഡ്യൂസ് ചെയ്യണമെന്നാണ് പറയുന്നത്. എ എത്ര പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ? 850. അതായത് സ്റ്റാൻഡേർഡിലും താഴെയാണ്. ഇപ്പോൾ എ ലോവർ എഫിഷ്യൻസി കാറ്റഗറിയിൽ വരുന്ന ആളാണ്. വാട്ട് അബൌട്ട് ബി? ബിയോട് നമ്മൾ 1000 units പ്രൊഡ്യൂസ് ചെയ്യാനേ പറയുന്നുള്ളൂ, പക്ഷേ ബി എത്ര യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു? 1100. അതായത് സ്റ്റാൻഡേർഡിനെ കാട്ടി മേലയിലാണ് അയാളുടെ പ്രൊഡക്ടിവിറ്റി. ദാറ്റ് മീൻസ് ഹീ ഈസ് ഹൈലി എഫിഷ്യൻറ്റ്. അപ്പോൾ അയാൾക്ക് ഹയർ എഫിഷ്യൻസി റേറ്റ് ആണ് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുള്ളത്. ഇനി ഇതിൽ വെച്ച് ഈ ഇൻഫർമേഷൻ വെച്ചുകൊണ്ട് നമുക്ക് വേജ് കാൽക്കുലേറ്റ് ചെയ്യാം. ആദ്യം വർക്കർ എക്ക് എത്ര രൂപ കൊടുക്കണം? ഒരാഴ്ചയിലെ കാര്യമാണ്. 1 വീക്കിൽ എക്ക് നമ്മൾ എത്ര രൂപ വേജ് കൊടുക്കണം? ഏത് സിസ്റ്റമാണെന്ന് ആദ്യം മനസ്സിൽ വരണം. ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ടൈം റേറ്റ് സിസ്റ്റമാണ്.
ഇപ്പോൾ ടൈം റേറ്റ് സിസ്റ്റത്തിൻ്റെ ബേസിക് ഫോമുല മനസ്സിലോട്ട് വരണം. എങ്ങനെ ടൈം റേറ്റ് സിസ്റ്റത്തിൻ്റെ ഫോമുല? ടൈം ഇൻറ്റു റേറ്റ്. ഇവിടെ അവേഴ്സ് അല്ലേ പറയുന്നത്, റേറ്റ് പെർ അവറും നമ്പർ ഓഫ് അവേഴ്സും തന്നിട്ടുണ്ട്. അതായത് നമ്പർ ഓഫ് അവേഴ്സ് ഇൻറ്റു റേറ്റ് പെർ അവറാണ് നമ്മൾ യൂസ് ചെയ്യേണ്ട ഫോമുല, അതായത് ടൈം ഇൻറ്റു റേറ്റ്. അപ്പോൾ റേറ്റ് ഏത് റേറ്റ് യൂസ് ചെയ്യണം? ഇവിടെ 100 രൂപയും തന്നിട്ടുണ്ട്, 120 രൂപയും തന്നിട്ടുണ്ട്. അപ്പോൾ ഏത് റേറ്റാണ് നമ്മൾ ഇയാൾക്ക് കൊടുക്കേണ്ടത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം ഇയാളുടെ ഇത് ഓർഡിനറി ടൈം റേറ്റ് സിസ്റ്റം അല്ലല്ലോ, എഫിഷ്യൻസി അനുസരിച്ച് റേറ്റ് മാറുന്ന സിസ്റ്റം ആയതുകൊണ്ട് ആദ്യം നിങ്ങൾ എന്ത് ചെക്ക് ചെയ്യണം? എയുടെ എഫിഷ്യൻസിയും ബിയുടെ എഫിഷ്യൻസിയും ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് എന്ത് മനസ്സിലാവൂ, ഇവർക്ക് എത്ര റേറ്റ് ആണ് കൊടുക്കേണ്ടത്. അത് 100 ആണോ കൊടുക്കേണ്ടത് അതോ 120 ആണോ കൊടുക്കേണ്ടതെന്ന് അതിന് ശേഷമേ മനസ്സിലാവുള്ളൂ. സോ ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ്സ് ചെക്ക് എയ്സ് എഫിഷ്യൻസി. എയ്സ് എഫിഷ്യൻസി എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത്? എഫിഷ്യൻസിയുടെ ഫോമുല പറഞ്ഞു തന്നിട്ടില്ലായിരുന്നോ? എഫിഷ്യൻസിയുടെ ഫോമുല എന്ന് പറയുന്നത് ഇതാണ്, നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് ബൈ എ. ഇതാണ് എഫിഷ്യൻസിയുടെ ഫോമുല. റേറ്റ് ഓഫ് എഫിഷ്യൻസി ആദ്യം ചെക്ക് ചെയ്യണം. നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് ബൈ എ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് യൂണിറ്റ്സ് ഫിക്സ്ഡ് ഇൻറ്റു 100. ഇതാണ് ഫോമുല. അപ്പോൾ അത് വെച്ച് നമുക്ക് എയുടെ എഫിഷ്യൻസി ചെക്ക് ചെയ്യാം. എയുടെ നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് എത്ര യൂണിറ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്തത്? 850 യൂണിറ്റ്സ് ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് കമ്പനി ഫിക്സ് ചെയ്തിരിക്കുന്ന എത്ര യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യണമെന്നാണ്? 1000 യൂണിറ്റ്സ്. അപ്പോൾ ഡിവൈഡഡ് ബൈ 1000 ഇൻറ്റു 100. 100 ചെയ്യുന്നത് പെർസെൻറ്റേജിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി. അപ്പോൾ എന്താ മനസ്സിലായി? എ ഇസ് 85% എഫിഷ്യൻറ്റ്. യഥാർത്ഥത്തിൽ 100% ആണ് എഫിഷ്യൻസി വേണ്ടത്. എ ബിലോ സ്റ്റാൻഡേർഡ് ആണ്, അതായത് കമ്പനി പറയുന്നതിനെക്കാട്ടി താഴത്തെ ലെവലിൽ നിൽക്കുവാണ് ആര്? എ. അപ്പോൾ എക്ക് ഏത് റേറ്റ് അപ്ലൈ ചെയ്യാൻ പറ്റും? നമുക്ക് 2 റേറ്റ് കൊടുത്തിട്ടുണ്ടല്ലോ, 100 രൂപ പെർ അവറും ഉണ്ട്, 120 രൂപ പെർ അവറും ഉണ്ട്. അപ്പോൾ ഏത് യൂസ് ചെയ്യണം? എയുടെ എഫിഷ്യൻസി കുറവായതുകൊണ്ട് ഹി ഷുഡ് ബി ഗിവൺ ദി ലോവർ റേറ്റ് ₹100. ഇനി നമുക്ക് നമ്മുടെ ഫോമുല അപ്ലൈ ചെയ്യാം. എയുടെ വേജ് എങ്ങനെ? ടൈം ഇൻറ്റു റേറ്റ്. ടൈം എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? ഒരു ആഴ്ചത്തെ വേജസാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഓക്കെ. പക്ഷേ വേജ് കൊടുക്കുന്നത് അവർലി ബേസിസിലാണ്. അതുകൊണ്ട് എങ്ങനെ ചിന്തിക്കാൻ പാടുള്ളൂ? ടൈം മീൻസ് നമ്പർ ഓഫ് അവേഴ്സ്. ഒരാഴ്ചയിൽ എത്ര അവേഴ്സ് അവർ പറയുന്നത്? 48 അവേഴ്സ് ഇൻറ്റു വാട്ട്സ് റേറ്റ് പെർ അവർ? ₹100. ദാറ്റ്സ് ഈക്വൽ ടു വി ഷുഡ് പേ ഹിം 4800 rupees. ഇതാണ് നമ്മൾ ആർക്ക് കൊടുക്കേണ്ടത്? എയ്ക്ക്. ഇതിൻ്റെ കൂടെ പിന്നീട് മറ്റുള്ള മോണിറ്ററി ബെനിഫിറ്റ്സും DA HR ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ 4800 കൂടെ ആഡ് ചെയ്യണമായിരുന്നു, ഫ്രിഞ്ച് ബെനിഫിറ്റ്സും എല്ലാം. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ വേറെ ഒരു ഇൻഫർമേഷനും ഇല്ല. അതുകൊണ്ട് നമ്മൾ എയുടെ വേജസ് എത്ര എന്ന് പറയാം? ബേസിക് വേജ് മാത്രമേ ഇൻക്ലൂഡ് ആയിട്ടുള്ളൂ, ദാറ്റ് ഇസ് 4800 rupees. ഒരാഴ്ചയിൽ എക്ക് കൊടുക്കേണ്ട വേജസ് ആണ് 4800 rupees. ഇനി ഇതുപോലെ നമ്മൾ ആരുടെയും കണ്ടെത്തണം? ബിയുടെ. അപ്പോൾ ബിയുടെ വേജ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം എന്ത് കണ്ടെത്തണം? ഇത് എഫിഷ്യൻസിയുടെ ബേസിസിലായതുകൊണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ യു നീഡ് ടു ചെക്ക് ദി എഫിഷ്യൻസി ഓഫ് ബി. എങ്ങനെയാണ് ബിയുടെ എഫിഷ്യൻസി ചെക്ക് ചെയ്യേണ്ടത്? നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് ബൈ ബി ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് യൂണിറ്റ്സ് ഇൻറ്റു 100. നമുക്ക് ബിയുടെ എഫിഷ്യൻസി ചെക്ക് ചെയ്യാം. ബി പ്രൊഡ്യൂസ് ചെയ്ത ഔട്ട്പുട്ട് എന്ന് പറയുന്ന ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ബിയുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്ന ആക്ച്വൽ ഔട്ട്പുട്ട് ഫോർ 1 week ഇസ് 1100. കണ്ടോ, 1100 ആണ് അയാൾ പ്രൊഡ്യൂസ് ചെയ്തത്. സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരാഴ്ചത്തെ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് 1000. അത് നോക്കണം. 1100 ഒരാഴ്ചത്തെ ബിയുടെ ഔട്ട്പുട്ടാണ്. ഒരാഴ്ച കമ്പനി പറയുന്ന ഔട്ട്പുട്ട് എത്രയാണ്? 1000 യൂണിറ്റ്സ്. ഇപ്പോൾ ഓർക്കേണ്ട കാര്യം, ന്യൂമറേറ്ററിൽ ഒരാഴ്ചത്തെ ഡേറ്റ എഴുതുവാണെങ്കിൽ ഡിനോമിനേറ്ററിൽ ഒരു 1 week ഡേറ്റ ആയിരിക്കണം കേട്ടോ. നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിക്കാൻ ചിലപ്പോൾ അവർ മാറ്റിയും തിരിച്ചൊക്കെ തരും. അപ്പോൾ ഇവിടെ പ്രശ്നമൊന്നുമില്ല, രണ്ടും സെയിം ബേസിൽ തന്നെ കിടക്കുവാണ്. ന്യൂമറേറ്ററും 1 weekലെ ഇൻഫർമേഷനാണ്, ഡിനോമിനേറ്ററും 1 weekലെ ഇൻഫർമേഷനാണ്. ഇൻറ്റു 100, അതായത് പെർസെൻറ്റേജിലോട്ട് കൺവേർട്ട് ചെയ്യാൻ. സോ ഹിസ് എഫിഷ്യൻസി ഈസ് 110%. 100%-ത്തിലും മുകളിലാണ്. 100% ആയിരുന്നെങ്കിൽ രണ്ടും ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും 1000 നിൽക്കണമായിരുന്നു. അതിലും കൂടുതൽ ഹൈലി എഫിഷ്യൻ്റ് ആണ് ആര്? വർക്കർ ബിയുടെ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ വർക്കർ ബിക്ക് ഏത് റേറ്റാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്? ഹയർ റേറ്റ് കൊടുക്കണം. 2 റേറ്റിലാണ് നമ്മുടെ മുന്നിലുള്ള, 100 രൂപയുണ്ട്, 120 രൂപയുണ്ട്. ബി ഷുഡ് ബി പെയ്ഡ് 120 rupees per hour. ഇനി ബിയുടെ വേജസ് കാൽക്കുലേറ്റ് ചെയ്യാം. ടൈം റേറ്റ് സിസ്റ്റം ആയതുകൊണ്ട് ഫോമുല എന്ന് പറയുന്നത് ടൈം ഇൻറ്റു റേറ്റ്. ഒരാഴ്ചത്തെ വേജാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഒരാഴ്ച അയാൾ എത്ര മണിക്കൂറാണ് വർക്ക് ചെയ്തത്? നമ്പർ ഓഫ് അവേഴ്സ് ഡ്യൂറിങ് ദാറ്റ് വീക്ക് ഇസ് 48 hours ഇൻറ്റു ഓരോ അവറിനും എത്ര രൂപ വെച്ച് കൊടുക്കണം? 120 rupees. ദാറ്റ് ഈസ് ഈക്വൽ ടു 5760 rupees ആണ് നമ്മൾ ആർക്ക് വേജസ് ആയിട്ട് കൊടുക്കേണ്ടത്? ബിക്ക് വേജസ് ആയിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ നേരെ മറിച്ച് നമ്മൾ എഫിഷ്യൻസി ഒന്നും ചെക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ 2 പേർക്കും, അതായത് 1100 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ബിക്കും 850 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന എക്കും നമ്മൾ സെയിം വേജ് ആയിരിക്കും കൊടുക്കുന്നത്. എങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും? നമ്പർ ഓഫ് അവേഴ്സ്, എത്ര അവേഴ്സാണ് വർക്ക് ചെയ്തത്?
48 hours ഇൻറ്റു 100 രൂപയാണ് റേറ്റ് എങ്കിൽ 2 പേർക്കും 100 രൂപ വെച്ച്. അപ്പോൾ 2 പേർക്കും 4800 റുപ്പീസേ കിട്ടും. നേരെ മറിച്ച് 120 ആണെങ്കിലും 2 പേർക്കും, അതായത് പ്രൊഡക്ടിവിറ്റി കുറഞ്ഞ ആൾക്കും പ്രൊഡക്ടിവിറ്റി കൂടിയ ആൾക്കും സെയിം വേജ് കിട്ടും. അവിടെ ഒരു ഡിസ്ക്രിമിനേഷൻ ഇല്ലേ, അതായത് ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കൊരു ഡീമോട്ടിവേഷനാണ്. കാരണം ഉഴപ്പിയിരിക്കുന്നവർക്കും സെയിം വേജാണ് കിട്ടുന്നത്, നല്ലപോലെ ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നവർക്കും സെയിം വേജാണ് കിട്ടുന്നത്. അതിനെ ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനൊരു സിസ്റ്റം കൊണ്ടുവന്നത്. അതായത് ഹയർ റേറ്റ് അറ്റ് ഹയർ എഫിഷ്യൻസി ലെവൽ. അപ്പോൾ ഇവിടെ വരുമ്പം ചെയ്യേണ്ട ഒരേ ഒരു കാര്യം തന്നെ, 2 പേരുടെയും എത്ര വർക്കേഴ്സ് ഉണ്ടോ അത്രയും വർക്കേഴ്സിൻ്റെ എന്ത് നിങ്ങൾ കണ്ടെത്തണം, ഇവർ എഫിഷ്യൻ്റ് ആണോ അല്ലെങ്കിൽ ഇവരുടെ എഫിഷ്യൻസി റേറ്റ് എത്ര ആണെന്ന്. വെദർ ഇറ്റ് ഇസ് 100% ഓർ ബിലോ 100% ഓർ എബവ് 100%. 2 റേറ്റ് കാണും. എഫിഷ്യൻസി നോക്കിയിട്ടാണ് റേറ്റിനെ നിങ്ങൾ തീരുമാനിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അതാണ്. ഇനി ടൈം റേറ്റിന് ഇപ്പോൾ 2 മെത്തേഡ് നമ്മൾ കണ്ട. ആദ്യം ടൈം റേറ്റ് അറ്റ് ഓർഡിനറി ലെവൽ, അത് നോർമലി അങ്ങ് ചെയ്ത് പോയാൽ മതി. പിന്നീട് ഹയർ ടൈം റേറ്റ് അറ്റ് ഹയർ എഫിഷ്യൻസി. ഇനി പറഞ്ഞോടുണ്ട് ഡിഫറൻഷ്യൽ ടൈം റേറ്റ്. അതായത് മറ്റൊരു 2 റേറ്റ് അല്ലേ ഉള്ളൂ, ഇവിടെ പല റേറ്റുകളുണ്ട്. അതായത് ഇതിന് മുന്നേ ഡിസ്കസ് ചെയ്ത ഹയർ റേറ്റ് അറ്റ് ഹൈ എഫിഷ്യൻസിയിൽ 2 റേറ്റേ ഉള്ളൂ. ഒരു ലോവർ എഫിഷ്യൻസി ലെവലുള്ളവർക്ക് കൊടുക്കാനുള്ള ഒരു റേറ്റും ഹയർ എഫിഷ്യൻസി ലെവലിൽ കൊടുക്കാനുള്ളവരുടെ ഒരു റേറ്റും. അതായത് 2 റേറ്റ് നമ്മളിവിടെ ആപ്ലിക്കബിൾ ആയിട്ടുള്ളൂ. ഈ ഡിഫറൻഷ്യൽ ടൈം റേറ്റിൽ പല റേറ്റുകൾ കാണും. നിങ്ങൾ ഓരോന്നും കറക്റ്റിന് ചൂസ് ചെയ്ത് അയാളുടെ ഓരോ വർക്കേഴ്സിനെയും വേജ് കാൽക്കുലേറ്റ് ചെയ്യണം. So under this system, different time rates are fixed for different level of efficiency. മറ്റടുത്ത് 2 ലെവൽ, ഇവിടെ അങ്ങനെ 2 ധാരാളം ലെവൽ കാണും. ഈ ഓരോ ലെവലിനും ഓരോ റേറ്റ് ആണ്. അത് കറക്റ്റിന് ചൂസ് ചെയ്ത് അവരുടെ വേജ് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക. ഒരു എക്സാമ്പിൾ നോക്കേ. ഇറ്റ് ഈസ് സംവാട്ട് സിമിലർ ടു നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തതിൻ്റെ പോലെ തന്നെ, പക്ഷേ അവിടെ 2 റേറ്റ് ഉണ്ടായിരുന്നു, ഇവിടെ 2ൽ കൂടുതൽ റേറ്റുകൾ കാണാം. Question is, standard rate fixed for a worker is 50 units per day of 8 hours at rupees 100 per hour. അതായത് സ്റ്റാൻഡേർഡ് നോർമലി കമ്പനി കൊടുക്കുന്ന എങ്ങനെയാണ്, ഒരു ദിവസം ഒരാൾ എത്ര യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യണം, 50 യൂണിറ്റ്സ് പെർ ഡേ. ആ ഒരു ദിവസം 8 മണിക്കൂറാണ്. 8 മണിക്കൂറുള്ള ഒരു ദിവസത്തിൽ ഒരു വർക്കർ 50 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യണം. അയാൾക്ക് നോർമലി കൊടുക്കുന്ന റേറ്റ് എത്രയാണ്, 100 റുപ്പീസാണ് നോർമലി കൊടുക്കുന്നത്. ഇതായത് നോർമൽ വേജസ്, അതായത് ഓർഡിനറി ലെവലിലുള്ള റേറ്റാണ് ഈ 100. പിന്നീട് നോർമൽ എഫിഷ്യൻസി റേറ്റ് ഇസ് 80%, ബിലോ വിച്ച് ദ സ്റ്റാൻഡേർഡ് റേറ്റ് ഇസ് അപ്ലൈഡ് പെർ അവർ. അതായത് എഫിഷ്യൻസി റേറ്റ് 80% താഴെയാണെങ്കിൽ നമ്മൾ എന്താണ് കൊടുക്കുന്നത്, സ്റ്റാൻഡേർഡ് റേറ്റേ കൊടുക്കാവുള്ളൂ. സ്റ്റാൻഡേർഡ് റേറ്റ് എന്ന് പറയുന്നത് 100 രൂപ. അതായത് ഒരു വർക്കറിൻ്റെ എഫിഷ്യൻസി 80%-ന് താഴെയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് എത്ര രൂപയെ കൊടുക്കാൻ പാടുള്ളൂ, ഒരു മണിക്കൂറിൽ 100 രൂപ വെച്ച് കൊടുക്കാൻ പാടുള്ളൂ. പിന്നീട് അടുത്തൊരു റേറ്റ് പറയുന്നത്, അതായത് പല റേറ്റുകൾ പറയുന്നു. പിന്നെ പറയുന്നു ബിറ്റ്വീൻ 80% ആൻഡ് 90% എഫിഷ്യൻസി. അത് നിങ്ങൾ എഫിഷ്യൻസി ചെക്ക് ചെയ്യുമ്പം ഈ പെർട്ടിക്കുലർ എംപ്ലോയിയുടെ എഫിഷ്യൻസി 80% 90% ഇടയ്ക്കാണെന്നുണ്ടെങ്കിൽ ദ റേറ്റ് ആപ്ലിക്കബിൾ ഇസ് ₹102 പെർ അവർ. അതായത് 80%-നും 90%-നും ഇടയ്ക്കാണ് എഫിഷ്യൻസി എങ്കിൽ നമ്മൾ എത്ര രൂപ വെച്ച് കൊടുക്കണം, ഒരു മണിക്കൂറിലേക്ക് 102 റുപ്പീസ് കൊടുക്കണം. ഇവിടെ പെർ അവർ എന്നുണ്ടേ. പിന്നീട് അടുത്ത റേറ്റ് എന്ന് പറയുന്നത് ബിറ്റ്വീൻ 90% ആൻഡ് 100%. അതായത് എഫിഷ്യൻസി 90%-നും 100%-നും ഇടയിലാണെന്നുണ്ടെങ്കിൽ വി നീഡ് ടു പേ ദം 104 റുപ്പീസ് പെർ അവർ. ആൻഡ് എബോവ് 100% എഫിഷ്യൻസി, അതായത് 100%-ന് മുകളിലാണ് എഫിഷ്യൻസി എങ്കിൽ നമ്മൾ എത്ര രൂപ വെച്ച് കൊടുക്കണമെന്നാണ് പറയുന്നത്, 110 റുപ്പീസ് പെർ അവർ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, അത് പല റേറ്റ് കണ്ടോ. 100 എന്ന് പറഞ്ഞൊരു ₹100 എന്ന് പറഞ്ഞൊരു റേറ്റ് ഉണ്ട്. പിന്നീട് ₹102 ഉണ്ട്, ₹104 ഉണ്ട്, ₹110 ഉണ്ട്. പല റേറ്റ്സ് ഉണ്ട്, ഡിഫറെൻറ്റ് റേറ്റ്സ് ഉണ്ട്. അപ്പോൾ ഓരോ എഫിഷ്യൻസി കാണിക്കുന്നവർക്കും ഓരോ ഡിഫറെൻറ്റ് റേറ്റ്സ് ആണ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളിതിനെ എന്തെന്ന് പറയുന്നത്, ഡിഫറൻഷ്യൽ ടൈം റേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. So here you are asked to calculate what's the payment to be made to the worker if he produce 38 units. ഒരു വർക്കർ 38 യൂണിറ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ അയാൾക്ക് നമ്മൾ എത്ര രൂപ കൊടുക്കണം. അടുത്തത് 44 യൂണിറ്റ്സ് ആണെങ്കിൽ എത്ര രൂപ കൊടുക്കണം, 48 യൂണിറ്റ്സ് ആണെങ്കിൽ എത്ര, 56 യൂണിറ്റ്സ് ആണെങ്കിൽ എത്ര. ഒരു ദിവസത്തെ കാര്യമാണ്, കാരണം ഒരു ദിവസത്തേതല്ല ഇവിടെ പറയുന്നത്. ഒരു ദിവസം 8 മണിക്കൂറുണ്ടെന്നും പറയുന്നുണ്ട്. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ആദ്യം 38 യൂണിറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ സ്റ്റാൻഡേർഡ് യൂണിറ്റ്സ് എത്ര പറയുന്നത്, ഒരു ദിവസം എത്ര യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യണമെന്ന കമ്പനി ഫിക്സ് ചെയ്തിരിക്കുന്ന സ്റ്റാൻഡേർഡ് 50. അതിൽ കുറവുമാവാം, അതിൽ കൂടുതലും ആവാം. ഓക്കെ, അപ്പോൾ ഇവിടെ എത്രയേ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ, ആദ്യത്തെ കേസിൽ 38 യൂണിറ്റ്സേ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. ആദ്യം നമ്മൾ അയാളുടെ എഫിഷ്യൻസി കണ്ടെത്തുക.
എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോമുല എന്താ? നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് എന്ന് പറയുന്നത് ഇവിടെ എത്ര? 38 യൂണിറ്റ്സ് ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് യൂണിറ്റ് 50 ടൈംസ് 100. ദെൻ വി വിൽ ഗെറ്റ് ദ പെർസെൻറ്റേജ് ഓഫ് എഫിഷ്യൻസി. നോക്കാം. ആദ്യത്തെ കേസിലെ 38 യൂണിറ്റ്സിൻ്റെ റേറ്റ് ഓഫ് എഫിഷ്യൻസി എങ്ങനെയാണ്? 38 ഡിവൈഡഡ് ബൈ 50 ഇൻറ്റു 100, ദാറ്റ് ഇസ് 76%. അതായത് ബിലോ 80%, 76% എഫിഷ്യൻസി ഉള്ളൂ. അപ്പോൾ ഏത് റേറ്റ് അപ്ലൈ ചെയ്യണം? ഏത് റേറ്റാണ് അപ്ലൈ ചെയ്യേണ്ടത്? 80%ന് ബിലോ ആണെന്നുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ് റേറ്റ് കൊടുക്കണമെന്നല്ലേ പറഞ്ഞത്? സ്റ്റാൻഡേർഡ് റേറ്റ് എന്ന് പറയുന്നത് 100 rupees per hour. സോ ദ വേജസ് പേയബിൾ വിൽ ബി, വേജസ് പേയബിൾ എങ്ങനെയാണ്? നമുക്കറിയാമല്ലോ ഫോമുല, ടൈം ഇൻറ്റു റേറ്റ്. ടൈം എന്ന് പറയുന്ന ഒരു ദിവസത്തെ ഇൻഫർമേഷനല്ലേ ഈ ക്വസ്റ്റനിൽ തന്നിരിക്കുന്നത്. ഒരു ദിവസത്തെ നമ്പർ ഓഫ് അവേഴ്സ് എത്രയാണ്? 8 hours. ഒരു ദിവസത്തെ നമ്പർ ഓഫ് അവേഴ്സ് എന്ന് പറയുന്നത് 8 hours ഇൻറ്റു ഏത് റേറ്റ് ആണ്? 76% എഫിഷ്യൻസി ഉണ്ടായതുകൊണ്ട് നമുക്ക് 100 രൂപ വെച്ചേ കൊടുക്കാൻ പറ്റും. കാരണം ഈ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് 80%ന് ബിലോ ആണെന്നുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ് റേറ്റ് കൊടുക്കാൻ പാടുള്ളൂ എന്നാണ് പറഞ്ഞത്. സ്റ്റാൻഡേർഡ് റേറ്റ് ഇസ് ₹100. ദാറ്റ്സ് വൈ 8 ഇൻറ്റു 100, ദാറ്റ് ഇസ് 800 rupees. 38 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരാൾക്ക് എത്ര രൂപ ആണ് ഒരു ദിവസത്തെ വേജസ് ആയിട്ട് കിട്ടുന്നത്? 800 rupees. ഇനി അതേപോലെ 44 യൂണിറ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ എത്ര രൂപ കിട്ടും ഒരു ദിവസം വേജ് ആയിട്ട് നോക്കാം. ആദ്യം എന്ത് നോക്കണം? എഫിഷ്യൻസി നോക്കണം. എഫിഷ്യൻസി എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? റേറ്റ് ഓഫ് എഫിഷ്യൻസി എന്ന് പറയുന്നത് നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ്. എത്ര യൂണിറ്റ്സ് ആണ്? 44 ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് യൂണിറ്റ്സ് 50. അതായത് ഒരു ദിവസം 44 യൂണിറ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്തത്. ഒരു ദിവസത്തെ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് 50 ആണ്. അപ്പോൾ അതിൻ്റെ പെർസെൻറ്റേജ് എത്ര വരും? 88% എഫിഷ്യൻസിയാണ്. 88% എന്ന് പറയുന്നത് 80%ന് മേലെയല്ലേ? അപ്പോൾ ഇത് ഏത് സ്ലാബിൽ വരുന്നതാണ്? ഏത്? ബിറ്റ്വീൻ 80 and 90% എഫിഷ്യൻസിയിൽ വരുന്നതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദ റേറ്റ് ആപ്ലിക്കബിൾ ഇസ് 102 rupees. ഓക്കെ. അപ്പോൾ 88% എഫിഷ്യൻസി ആയതുകൊണ്ട് ഏത് റേറ്റാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്? 102 rupees. റീസൺ അറിയാലോ, കാരണം 80 to 90% എഫിഷ്യൻസി കൊടുക്കേണ്ട റേറ്റാണ് 102 rupees. സോ ദ വേജസ് പേയബിൾ ഹിയർ ഇസ് 8 hours. നമ്പർ ഓഫ് അവേഴ്സ് 8 മണിക്കൂർ തന്നെയാണ് ഇൻറ്റു 102. യൂണിറ്റ്സ് ഒന്നും അവിടെ നോക്കേണ്ട, കാരണം ടൈം റേറ്റ് സിസ്റ്റമാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഹൗ മെനി അവേഴ്സ്. ഒരു ദിവസം അവിടെ ഈ കമ്പനിയിൽ 8 മണിക്കൂറാണ്. 8 hours ഇൻറ്റു 102 rupees, ദാറ്റ് ഇസ് 816 rupees. അതേപോലെ 48 യൂണിറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ഫോമിൽ വരും? ആദ്യം എഫിഷ്യൻസി കണ്ടുപിടിക്കണം. എഫിഷ്യൻസി കണ്ടുപിടിക്കേണ്ടത് number of units produced in a day, that is 48 units, divided by standard units 50 times 100, 96% efficiency. 96% efficiency ആണെങ്കിൽ ഏത് റേറ്റ് ആണ്? 96% എഫിഷ്യൻസി ആണെങ്കിൽ ഇവിടെ വരുന്നതാണ്. ബിറ്റ്വീൻ 90 and 100% ആണെന്നുണ്ടെങ്കിൽ, എഫിഷ്യൻസി 90ക്കും 100നും ഇടയിലാണെന്നുണ്ടെങ്കിൽ വി നീഡ് ടു പേ ദം 104 rupees per hour. അപ്പോൾ എങ്ങനെ വരും വേജ് പേയബിൾ ഈക്വൽസ് 8 hours, number of hours, ടൈം ഇൻറ്റു റേറ്റ് അല്ലേ? വേജ് എപ്പോഴും ടൈം റേറ്റ് സിസ്റ്റത്തിൽ ഇങ്ങനെ ചിന്തിക്കുന്നത് ടൈം ഇൻറ്റു റേറ്റ്. ടൈം എന്ന് പറയുന്നത് നമ്പർ ഓഫ് അവേഴ്സ്. ഇവിടെ നിന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് അവേഴ്സ് ഇൻ എ ഡേ. 8 hours ഇൻറ്റു റേറ്റ് ഹിയർ ഇസ് എഫിഷ്യൻസി 90ക്കും 100നും ഇടയിലുള്ള റേറ്റ് എന്ന് പറയുന്നത് 104 rupees. ദാറ്റ് ഇസ് ഈക്വൽ ടു 832 rupees. ഓക്കെ. ഇനി അത് കഴിഞ്ഞു. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ടെന്ന് തോന്നുന്നു. 56 യൂണിറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ എന്താണ്? അപ്പോൾ ആദ്യം എഫിഷ്യൻസി നോക്കുക. എഫിഷ്യൻസി എങ്ങനെ വരും? Number of units produced in a day is 56 divided by standard units 50 times 100, that is 112%. അതായത് ഫോർത്ത് കേസിൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് 112% ആണ്. 112% ആണെങ്കിൽ ഏത് റേറ്റ് ആണ് അപ്ലൈ ചെയ്യേണ്ടത്? നോക്കേ, എബവ് 100% എഫിഷ്യൻസി ആണെന്നുണ്ടെങ്കിൽ വി നീഡ് ടു പേ ദം 110 rupees per hour. 110 രൂപയാണ് ഒരു മണിക്കൂറിൽ കൊടുക്കേണ്ടത്. 100% മേലെയാണ് എഫിഷ്യൻസി എങ്കിൽ. കാരണം കമ്പനി 50 യൂണിറ്റ്സേ പറയുന്നുള്ളൂ. പക്ഷേ ഈ കേസിൽ, ലാസ്റ്റ് കേസിൽ അവിടെ 50-ൽ കൂടുതലല്ലേ പ്രൊഡ്യൂസ് ചെയ്ത്? 56. അങ്ങനെയാണ് 100% മേലിൽ വന്നത് എഫിഷ്യൻസി. 112% ആണ് വന്നത്. 112% ആണെന്നുണ്ടെങ്കിൽ ഏത് റേറ്റ് കൊടുക്കാനാണ് പറയുന്നത്? എബവ് 100%ൻ്റെ റേറ്റ്. എബവ് 100% റേറ്റ് ക്വസ്റ്റനിൽ തന്നിരിക്കുന്നത് 110 rupees. So wages payable equals 8 hours, number of hours in a day into rupees 110 per hour, that's equal to rupees 880. ഓക്കെ. അപ്പോൾ ഇത്രയാണ്. ഇപ്പോൾ ടൈം റേറ്റ് എന്താണെന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. അതിൻ്റെ 3 മെത്തേഡ്സാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. ടൈം റേറ്റിൻ്റെ ബേസിക് ഫോമുല എപ്പോഴും ഓർത്ത് വെച്ചേക്കണം. ഫോമുല ഫോർ കാൽക്കുലേറ്റിംഗ് വേജസ് ഇസ് ഈക്വൽ ടു ടൈം ഇൻറ്റു റേറ്റ്. ടൈം എന്ന് പറയുന്നത് സാധാരണ അവർലി ബേസിസിലാണ് മിക്കവാറും എല്ലാ ക്വസ്റ്റ്യനിലും തരുന്നത്. അപ്പോൾ ചിന്തിക്കേണ്ട ഇത്രയേ ഉള്ളൂ. നമ്പർ ഓഫ് അവേഴ്സ് ഇൻറ്റു റേറ്റ് പെർ അവർ.
പിന്നീട് ഈ വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ ചിലപ്പോൾ ഒരു ദിവസത്തേക്കാകാം, ഒരാഴ്ചയിലേക്കാകാം. അപ്പോൾ എങ്ങനെയാണ് ചിന്തിക്കേണ്ടത്? ഡേയിലേക്കാണെങ്കിൽ, ഒരു ദിവസത്തേക്കാണെങ്കിൽ നമ്പർ ഓഫ് അവേഴ്സ് ഇൻ എ ഡേ എന്നാണ് ചിന്തിക്കേണ്ടത്. പിന്നീട് റേറ്റ് പെർ അവർ. ഒരു ആഴ്ചയിൽ വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറയുന്നതെങ്കിൽ നമ്പർ ഓഫ് അവേഴ്സ് ഇൻ എ വീക്ക് ഇൻറ്റു റേറ്റ് പെർ അവർ. ആ രീതിയിൽ ചിന്തിക്കണമെന്നേ ഉള്ളൂ. ഇപ്പോൾ ടൈം റേറ്റിൻ്റെ ബേസിക് ഫോമുല അതാണ്, ടൈം റേറ്റ് അറ്റ് ഓർഡിനറി ലെവൽ. പിന്നീട് വരുന്നത് ഹയർ ടൈം റേറ്റ് അറ്റ് ഹയർ എഫിഷ്യൻസി. ആ കേസിൽ 2 റേറ്റേ വരുന്നുള്ളൂ. ഒരു ലോവർ എഫിഷ്യൻസിക്ക് ഒരു റേറ്റും ഹയർ എഫിഷ്യൻസിക്ക് ഒരു റേറ്റും. വർക്കേഴ്സിൻ്റെ എഫിഷ്യൻസി മനസ്സിലാക്കിയിട്ട് ലോവർ എഫിഷ്യൻസിക്ക് ലോവർ റേറ്റ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക. ഹയർ എഫിഷ്യൻസി കാണിക്കുന്ന വർക്കർ ആണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഹയർ റേറ്റ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് കൊടുക്കണം. പിന്നീട് മൂന്നാമത് നമ്മൾ പറഞ്ഞത് ഡിഫറൻഷ്യൽ ടൈം റേറ്റ്. ഡിഫറൻഷ്യലിൽ 2 റേറ്റ് അല്ല, ഡിഫറെൻറ്റ് റേറ്റ്സ് തരും. ക്വസ്റ്റനിൽ കാണും ഓരോ സ്ലാബിനും ഇന്ന റേറ്റ്, ബിലോ 80% ഇത്ര, 80 to 90% ഇടയിലാണ് എഫിഷ്യൻസി എങ്കിൽ ഇത്ര രൂപ, 90 to 100 ഇത്ര, അങ്ങനെ ഓരോ ലെവൽ തരും, ഓരോ സ്ലാബ് തരും. ആ സ്ലാബ് അനുസരിച്ച് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതൊക്കെ ഈ 2, അതായത് എഫിഷ്യൻസി വെച്ചാണ് ചെയ്യുന്നതെങ്കിൽ എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യണം? ആ വർക്കേഴ്സിൻ്റെ എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷമേ നിങ്ങൾക്ക് എന്ത് നിശ്ചയിക്കാൻ സാധിക്കൂ? റേറ്റ്, ഏത് റേറ്റ് വേണമെന്ന് നിശ്ചയിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത്രയാണ്. ഇനി അടുത്തത് ടൈം റേറ്റിൽ ഇത്രയേ ഉള്ളൂ. ടൈം റേറ്റ് കഴിഞ്ഞ് അടുത്ത സിസ്റ്റം നമ്മൾ ഡിസ്കസ് ചെയ്ത പീസ് റേറ്റ്. പീസ് റേറ്റിനും ഇതുപോലെ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഈ ടൈം റേറ്റിൽ 3 മെത്തേഡ്സ് പറഞ്ഞില്ലേ, അതുപോലെ പീസ് റേറ്റിനും ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്. അത് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. ഇതിപ്പോൾ കുറച്ച് ലെങ്തി ആയി പോയതുകൊണ്ടാണ്. ഓക്കെ, താങ്ക് യു. എല്ലാം നോട്ട്സൊക്കെ ഒന്ന് നോട്ട്ബുക്കിലോട്ടൊന്ന് എഴുതി ഈ പ്രോബ്ലമൊക്കെ തന്നെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ, അപ്പം